അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഇന്നലെ നമ്മൾ കേരളത്തിൽ കേട്ട ആ ഒരു കുറച്ച് വാർത്തകൾ, അതായത് രാജമലയിലുണ്ടായിരുന്ന മണ്ണിടിച്ചിൽ, പിന്നെ അതുപോലെ കരിപ്പൂർ എയർപോർട്ടിലുണ്ടായിരുന്ന ഒരു ഫ്ലൈറ്റ് ക്രാഷ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് ഒരുപാട് വിഷമമുണ്ടാക്കിയ ഒരു സാഹചര്യമാണ് കേരളത്തിൽ. പൊതുവേ നമ്മൾ കേരളം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ വളരെ ശാന്തമായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രകൃതി ദുരന്തങ്ങളായിട്ടുള്ള അവസ്ഥകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കുറവ് തന്നെയായിരുന്നു. അങ്ങനെ ഒരുപാട് ബാഡ്ലി എഫക്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ഒട്ടും തന്നെ അധികം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. കുറച്ച് വർഷങ്ങളായിട്ട് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചുള്ള ഓരോ പ്രകൃതി ദുരന്തങ്ങൾ നമ്മൾ ഒരുപാട് വേട്ടയാടുന്നുണ്ട്. നമ്മൾ ഒരുപാട് വിഷമമുണ്ടാകുന്ന കാര്യങ്ങളാണ് നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ കേട്ട് അറിയുന്നത്. ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങൾ അവരുടെ വീട്ടിൽ ഉണ്ടാകുമ്പോഴാണ് അതിൻ്റെ ആഘാതം കൂടുതൽ അറിയുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് പ്രത്യേകം പറയാൻ പറ്റും. അതായത് ഒരു വിഷമഘട്ടം നമുക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ വീട്ടിൽ, നമ്മുടെ നാട്ടിൽ സംഭവിക്കുമ്പോൾ നമുക്ക് മനസ്സിലുണ്ടാകുന്ന ഡീപ്ലി എഫക്റ്റ് ചെയ്യുന്ന ഒരു സാഡ്നെസ്, അത് മറ്റ് എവിടെയെങ്കിലും കേട്ടറിയുന്നതിനേക്കാളും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ അടുപ്പിച്ചുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങൾ, ഈ ഓരോരോ ദുരന്തങ്ങൾ ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഇങ്ങനെ അടുപ്പിച്ച് ഇപ്പോൾ 2012 പ്രളയം ഉണ്ടായിരുന്നത് ബാഡ്ലി എഫക്റ്റ് ചെയ്തിരുന്നു കേരളത്തിന്. അതിനുശേഷം 2019 പിന്നീട് മലബാർ ഏരിയയിൽ ഒരുപാട് എഫക്റ്റ് ചെയ്തിരുന്നു മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ അതിനുശേഷം ഇപ്പോൾ ഇന്നലെ ഓഗസ്റ്റ് 7-ാം തീയതി കേരളത്തിലുണ്ടായിരുന്ന ആ ഒരു മണ്ണിടിച്ചിൽ, അതുപോലെ തന്നെ ഈ ഒരു കരിപ്പൂരുണ്ടായിരുന്ന ഒരു ഫ്ലൈറ്റ് അപകടം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കൂടിയായപ്പോൾ ഒരുപാട് വേദന ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങൾ കേരളത്തിൽ. ഇതിനു മുമ്പ് ഒരു ഫ്ലൈറ്റ് ക്രാഷ് ഉണ്ടായിരുന്നത് മംഗലാപുരം, അതായത് കേരളത്തിൻ്റെ ആ ഒരു അതിർത്തി ഏരിയ പോലെ എന്ന് പറയാവുന്ന മംഗലാപുരത്തിൽ ഏകദേശം 50ഓളം മലയാളികൾ അതിലുണ്ടായിരുന്നു. അതിൽ ഏകദേശം 150 പേർക്ക് മുകളിൽ ആ ഒരു ഫ്ലൈറ്റ് ക്രാഷിൽ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 10 വർഷങ്ങൾക്ക് ശേഷമാണ് പക്ഷേ കേരളത്തിൻ്റെ അതിർത്തിയിൽ ഉണ്ടാകുന്ന ആദ്യത്തെ ഒരു വിമാന അപകടം എന്ന് പറയാവുന്ന രീതിയിലുള്ളതാണ് ഈ ഒരു ഫ്ലൈറ്റ് ക്രാഷ്. സംഭവം ലാൻഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ചക്രങ്ങൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാണ്ടിരുന്നത് കൊണ്ടാണ്, ലാൻഡിങ് വീൽസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാതിരുന്നത് കൊണ്ടാണ് ഈ ഒരു ക്രാഷ് ഉണ്ടായത് എന്നാണ് GCA ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന അപ്ഡേറ്റ്. പക്ഷേ അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 4 മണിക്കൂറിനുള്ളിൽ തന്നെ ഫുൾ ഇവാക്യുവേഷൻ, ആളുകളെ അതിൽ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. അത് മലപ്പുറത്തിൻ്റെയും കോഴിക്കോടിൻ്റെയും ആ ഒരു നന്മ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാര്യം അത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ എല്ലാവരെയും രക്ഷപ്പെടുത്താനായിട്ട് അവർ കാണിച്ച ആ ഒരു മനസാന്നിധ്യം, അത് നാട്ടുകാരുടെ ആ ഒരു ഇടപെടൽ, അത് അങ്ങേയറ്റം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ആ ഒരു ഇടപെടലില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ മരണസംഖ്യ ചിലപ്പോൾ ഇതിലും കൂടിയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് 18 എന്നുള്ളത് ഇപ്പോൾ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ പറഞ്ഞതനുസരിച്ച് ഇപ്പോൾ ലേറ്റസ്റ്റ് പറഞ്ഞത് 19 പേര് എന്നാണ് ഇതുവരെയുള്ള അപ്ഡേറ്റഡ് റിപ്പോർട്ട് അനുസരിച്ചിട്ട്. 19 പേരാണ് മരിച്ചത് എന്ന് അറിഞ്ഞു. ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അനുസരിച്ച് ഇപ്പോൾ ഏകദേശം ഞാനിപ്പോൾ പറയുന്നത് ഇപ്പോൾ 8-ാം തീയതി രാവിലെ 9 മണിയോടെ ഇന്ത്യൻ ടൈം ഒരു 9 മണിയായിരിക്കും. ഇപ്പോൾ ഇവിടുത്തെ സമയം ഒരു 7:30 സമയത്താണ് ഞാനിപ്പോൾ പറയുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എനിക്ക് കിട്ടിയതനുസരിച്ചിട്ട്, ഞാനിപ്പോൾ ന്യൂസിൽ കണ്ടതനുസരിച്ചിട്ട് ഒരു 19 പേരോളം മരിച്ചു. അപ്പോൾ അതിൽ ഒരു ഉമ്മയും ഒരു മകനും ഉണ്ട്. ചെറിയ കുട്ടിയാണ്. അപ്പോൾ ഒരുപാട് വേദന ഉണ്ടാക്കുന്ന കുറേ കാര്യങ്ങളാണ് സംഭവ സ്ഥലത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന വാർത്തകൾ. ഓരോ ജീവനും വിലപ്പെട്ടതാണ്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ മരണം പെട്ടെന്ന് കൂടുതൽ നമ്മളെ എഫക്റ്റ് ചെയ്യും. നമുക്ക് കൂടുതൽ നമ്മുടെ മനസ്സിൽ കൂടുതൽ വേദന ഉണ്ടാക്കും. ഓരോ ഫാമിലിയും ഒരുപാട് പ്രതീക്ഷകളായിട്ടാണ് നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ. ഞാനൊക്കെ ഒരു പ്രവാസിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് ഫ്ലൈറ്റ് ഇറങ്ങാൻ പോകുന്നു എന്നൊരു അനൗൺസ്മെൻറ്റ് കിട്ടുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം മനസ്സിൽ വരും. അതായത് നമ്മുടെ നാട്ടിലൊക്കെ മനസ്സിൽ മിന്നി കുറേ കാര്യങ്ങൾ ഇങ്ങനെ മറിയും. ആ നാടിൻ്റെ പച്ചപ്പ്, നാട്ടിലേക്ക് ഇറങ്ങാൻ പോകുന്നതിൻ്റെ ആ ഒരു സന്തോഷം, ആ ഒരു ഫീലാണത്. അപ്പോൾ ആ ഒരു സംഭവം അറിഞ്ഞതിന് ശേഷം ഇങ്ങനെ പെട്ടെന്ന് ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ലാൻഡിങ് ടൈമിന് പറ്റിയില്ല, അത് ഫെയിലിയറായി. അത് പ്രോപ്പറായിട്ടുള്ള വിസിബിലിറ്റി ഇല്ലാത്തതിൻ്റെ പേരിൽ വീണ്ടും വിമാനം
പറന്നിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് പിന്നീട് രണ്ടാമത്തെ അറ്റംപ്റ്റിലാണ് വിമാനം ലാൻഡ് ചെയ്യുന്നത്. ലാൻഡ് ചെയ്യുന്ന ടൈമിൽ അത് തെന്നി മാറിയിട്ടാണ് അതിന് പ്രോപ്പറായിട്ട് റണ്ണിങ് പീരീഡ് കംപ്ലീറ്റ് ചെയ്യാതെ തെന്നി മാറി താഴേക്ക് വീണു എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി DGCA, അതായത് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്നേക്കുന്നത്. പൈലറ്റും കോ പൈലറ്റും മരണപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ബ്ലാക്ക് ബോക്സിൻ്റെ സഹായത്തോടെയൊക്കെയാണ് കൂടുതൽ അതിൻ്റെ റീസൺസും കാര്യങ്ങളൊക്കെ ഇനി നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ. അത് വരും ദിവസങ്ങളിലായിട്ട് അതിൻ്റെ കറക്റ്റ് അപ്ഡേറ്റ്സുകൾ വരും എന്തായാലും. പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയേണ്ടത്, രാത്രി സമയങ്ങളിലും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് കണ്ട ക്യൂ ആണ്. ആ ഒരു കാര്യവും കണ്ടപ്പോൾ കേരളത്തിൻ്റെ ആ ഒരു പ്രത്യേക നന്മ, അത് നമ്മുടെ കേരളത്തിന് മാത്രമുള്ളൊരു സംസ്കാരമാണ്, അല്ലെങ്കിൽ നമ്മൾ കേരളീയർക്കുള്ളൊരു നന്മയാണ് ആ ഒരു കാര്യം. അത് ഒരുപാട് കണ്ടപ്പോൾ ഒരു അഭിമാനം തോന്നി. കാരണം അത്രയും വൈകിയ സമയങ്ങളിലും പ്രിയപ്പെട്ടവർക്കായിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് വന്ന ഒരുപാട് പേരുടെ ചിത്രങ്ങൾ രാത്രിയിൽ ന്യൂസിൽ കണ്ടിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ എന്തൊരു പ്രതിസന്ധി ഉണ്ടായാലും അത് നമ്മുടെ പ്രശ്നമാണ്, നമ്മുടെ വീട്ടിലെ പ്രശ്നമാണ്, നമ്മുടെ നാടിൻ്റെ പ്രശ്നമാണെന്ന് കണ്ട് മുന്നിട്ടിറങ്ങുന്ന ഒരുപാട് ജനങ്ങളെ, ഒരുപാട് നന്മയുള്ള മനുഷ്യരെ നമ്മൾ കണ്ടു. ആ മനുഷ്യരെ ബിഗ് സല്യൂട്ട്. കാരണം അങ്ങനെയുള്ള ജനങ്ങളാണ് ഏതൊരു പ്രതിസന്ധിയിലും നമ്മൾ കൈപിടിച്ച് നമ്മളെ ഉയർത്തി ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഒരാൾ ഞാൻ ഇപ്പോൾ ന്യൂസിൽ കണ്ടിരുന്നു, ഏകദേശം 37 പേരെയാണ് അദ്ദേഹം രക്ഷപ്പെടുത്തുന്നതിൽ അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് അയാളെടുത്ത രീതിയിൽ പറഞ്ഞത്. അതൊക്കെ കേട്ടപ്പോൾ ബിഗ് സല്യൂട്ട്, പറയാൻ വാക്കുകളില്ല. കാര്യം അങ്ങനെയുള്ള ജനങ്ങളാണ്, അങ്ങനെയുള്ള മനുഷ്യരാണ്, അങ്ങനെയുള്ള മനസ്സുകളാണ് നമുക്ക്, നമ്മുടെ ജനത്തിന്, നമ്മുടെ നാടിന്, നമ്മുടെ സംസ്കാരത്തിന് ആവശ്യമായിട്ടുള്ളത്. ഒരുപാട് നന്ദി. അതുപോലെ തന്നെ ജീവൻ പൊലിഞ്ഞവരുടെ വേദനയിൽ, അവരുടെ ബന്ധുക്കളുടെ വേദനയിൽ പങ്കുചേരുന്നു. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, കാലിക്കറ്റ് എയർപോർട്ട് എന്ന് പറയുന്നത് ഒരു ടേബിൾ ടോപ്പ് മോഡലുള്ള ഒരു എയർപോർട്ടാണ്. ഇതിനു മുമ്പും അപകടമുണ്ടായത് മംഗലാപുരം എയർപോർട്ടും ഒരു ടേബിൾ ടോപ്പ് ടൈപ്പിലുള്ള ഒരു എയർപോർട്ട് തന്നെയാണ്. അത് ഇതിലും വലിയൊരു അപകടമായിരുന്നു. അപ്പോൾ ഇനിയും ഇതുപോലുള്ള അപകടങ്ങൾ ഇല്ലാതിരിക്കാൻ അതിന് വേണ്ടിയിട്ടുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് എന്തായാലും അധികാരികൾ എടുക്കണം എന്നുള്ളൊരു റിക്വസ്റ്റ് കൂടി ഇതിൽ ഒന്ന് ഉൾപ്പെടുത്തുകയാണ്, റിക്വസ്റ്റായിട്ട് പറയുന്നതാണ്. കാര്യം ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഇങ്ങനെയുള്ള ഒരു അപകടങ്ങൾ നമ്മുടെ ഒരു എന്തെങ്കിലും പിഴവ് കൊണ്ടോ അങ്ങനെ ഒരിക്കലും ഉണ്ടായിക്കൂടാ. ഇനിയുള്ള കാലങ്ങൾ നല്ലതായിരിക്കട്ടെ, നല്ലതായി തുടരട്ടെ, നന്മയുള്ള കേരളമായി തന്നെ തുടരട്ടെ എന്ന് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.